ഹൃദ്രോഗങ്ങൾ ഇന്ന് വളരെയധികം കൂടി വരികയാണ്. പലരും ഇന്ന് കാലങ്ങളായിട്ട് തന്നെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതിന് സർജറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പലർക്കും ഒരുപാട് ഡയറ്റിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഹാർട്ടിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഡയറ്റ് പ്ലാൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഹാർട്ടിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹാർട്ടിന് കുറച്ചുകൂടി ബെനിഫിഷ്യൽ അതിൻ്റെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിൽ ഒന്നാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ബെറീസ് കഴിക്കാവുന്നതാണ്. ബെറീസ് എസ്പെഷ്യലി ബ്ലൂബെറീസ്, റാസ്ബെറീസ്, ക്രാൻബെറീസ് ഒക്കെ കഴിക്കാം. ബെറീസിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതേപോലെ തന്നെ ഫൈബേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും. ബ്ലഡ് വെസൽ ലൈനിങ്ങിൻ്റെ ആ ഒരു നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കും. അതിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റി ഗ്രോത്തുകൾ അല്ലെങ്കിൽ ഫാറ്റി ഡിപ്പോസിഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ബെറീസ് നല്ലപോലെ കഴിക്കുക. രണ്ടാമത്തേത് ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് അവക്കാഡോസ് നന്നായിട്ട് കഴിക്കുക. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബ്രെഡിൽ ടോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്മൂത്തി ആക്കിയിട്ടോ അല്ലെങ്കിൽ സാലഡിലൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. മൂന്നാമത്തേത് നിങ്ങൾക്ക് സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാം. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ നല്ലതാണ്. എസ്പെഷ്യലി ഈ ഓറഞ്ച്, മൊസമ്പി, നെല്ലിക്ക, നാരങ്ങ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. നെല്ലിക്കയൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ കഴിച്ചു കഴിഞ്ഞാൽ ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഗട്ട് ഫ്രണ്ട്ലിയുമാണ്. നാലാമത്തേത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ബീട്രൂട്ടും അതേപോലെ തന്നെ അനാറും ഒക്കെ. ഇതൊക്കെ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് റിച്ച് ആണ്. ഫൈബർ ക്വാളിറ്റി ഉണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ബീറ്റാ കരോട്ടീൻ പോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഈ പറയുന്ന ക്യാരറ്റ്, ബീട്രൂട്ടിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഹാർട്ടിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലാണ്. ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കൂട്ടാൻ ഇത് സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ റൈസിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻസ് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റൈസിൽ ബ്രൗൺ റൈസ് കഴിക്കാം. മട്ടേരി, കുത്തരി, ക്യുനോവ അല്ലെങ്കിൽ റാഗിയൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ബീൻസ് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ ധാരാളം കഴിക്കാം. കടല, ചെറുപയർ, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് ബീൻസ് കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. അതും പ്രോട്ടീൻ റിച്ച് ആണ്, ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗട്ട് ഫ്രണ്ട്ലിയും ആണ്. അതേപോലെ തന്നെ ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ആണ്. കഫിനൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. നോൺ ആൽക്കഹോളിക് ബിവറേജസ് ലൈക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി, സ്പ്രൈറ്റ്, 7up ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് അളവ് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. അതേപോലെ ഡയറ്റ് എടുക്കുന്ന സമയത്തായാലും നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഇടയ്ക്ക് ഫോളോ ചെയ്യണമെന്നില്ല. അതൊരു 2 വീക്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 1 മന്ത് കൂടുമ്പോൾ ഒക്കെ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. ജ്യൂസ് ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്തിട്ട് കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. സീഡ്സുകൾ ധാരാളം കഴിക്കുക. എസ്പെഷ്യലി പംകിൻ സീഡ്സ്, സെസേം സീഡ്സ് ഒക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്നതാണ്. ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. അത് നിങ്ങൾക്ക് സൂപ്പാക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ലീഫി ഗ്രീൻ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ചീര, മുരിങ്ങയില, തഴുതാമ ഇതൊക്കെ ഫൈബർ ക്വാളിറ്റി ഉണ്ട്, അയൺ ക്വാളിറ്റി ഉണ്ട്, വൈറ്റമിൻസ് റിച്ച് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗട്ട് ഫ്രണ്ട്ലി ആണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നന്നായിട്ട് കാഫ് മസിൽ റേസിങ് എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു സ്പെഷ്യൽ വർക്കൗട്ടാണ് കാഫ് മസിൽ റേസിങ് എക്സസൈസുകൾ. അതേപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് വർക്കൗട്ടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് അവോയ്ഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഹാർട്ടിൻ്റെ സർജറീസൊക്കെ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ആണെങ്കിൽ വെയ്റ്റിംഗ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എടുക്കുന്ന ജോലികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുന്നത് കുറച്ചുകൂടി പമ്പിങ് കപ്പാസിറ്റി കൂട്ടാനും സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. അതിനോടൊപ്പം തന്നെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക. അതിന് ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 70% കൊക്കോ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അപ്പം അത് നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഷുഗർ, സാൾട്ട്, സ്പൈസി ആയിട്ടുള്ളത്, മസാല ആഹാരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. കൂടുതൽ സാലഡുകൾ, കൂടുതൽ ഫൈബർ, പ്രോട്ടീൻസ്, ഹെൽത്തി ഫാറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സുകൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരം കുറച്ചൊന്ന് ഹെൽത്തി ആവുകയും ചെയ്യും. ഒരുവിധം നമുക്ക് ഇൻഫ്ലമേഷൻസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവല്, അതേപോലെ തന്നെ ഡയബറ്റിക് ഷുഗർ ലെവല് ഇതൊക്കെ കൃത്യമാണോ ആണെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. റെഗുലർ ബ്ലഡ് ചെക്കപ്സ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത് കൂടുമെങ്കിലും നിങ്ങളൊരു ചെക്കപ്സ് ചെയ്യുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ്.
അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ നല്ല രീതിയിൽ ബെനിഫിഷ്യലാണ്. ലൈക്ക് ഒലിവ് ഓയിൽസ് ഒക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. റിഫൈൻഡ് ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. കോക്കനട്ട് ഓയിൽ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. നട്ട്സുകളിൽ എസ്പെഷ്യലി ആൽമണ്ട് കഴിക്കാം, ബദാം കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വാൽനട്ട്, പിസ്ത കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സീഡ്സുകളിൽ സെസമി സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പറഞ്ഞിട്ടുള്ള ഹാർട്ട് ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, മറ്റെന്തെങ്കിലും ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ഉറങ്ങുക, ഒരു 7 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുക. അതേപോലെ വെള്ളം കുടിക്കുക, മിനിമം ഒരു 3 ലിറ്ററെങ്കിലും. നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള നോർമൽ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റിനനുസരിച്ചുള്ള വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡയറ്റ് പ്ലാൻ, എക്സസൈസ്, അതേപോലെ തന്നെ സ്ലീപ്പ്, സ്ട്രെസ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റിൽ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ കാലങ്ങളായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഹാർട്ട് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർട്ട് ഫങ്ഷനിങ് കൂട്ടുന്ന ടാബ്ലറ്റ്സുകളുടെ കൗണ്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്ന വർക്കൗട്ടുകൾ, ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഇതിനോടൊപ്പം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.